കമോൺ മണി. ഈ വീട്ടിൽ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് ഇവിടുത്തെ തയ്യൽ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത് ഞാനാ. ഒരു ദിവസം ഒരെണ്ണവും പാകാകുന്നില്ല മണി, വല്ലാത്ത ടൈറ്റ്. അളവ് ബ്ലൗസിനാ എല്ലാം തയ്ച്ചത്. പക്ഷെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ? അത് ഇടയ്ക്ക് തടി വെച്ചതുകൊണ്ടാ. ഇനി പുതിയ അളവിനുള്ള ബ്ലൗസ് തരണം, അല്ലെങ്കിൽ അളവെടുക്കണം. അളവെടുക്കണമെങ്കിൽ എടുക്കണം. ആ ബന്ധം വളർന്നു. എല്ലാ അർത്ഥത്തിലും അല്ലേ? ഈ ബന്ധം തുടങ്ങിയത് അവർ വിധവയായ ശേഷമാണോ? അതെ. എന്നിട്ട് ഇടയ്ക്ക് കുറച്ചു ദിവസം മോസി അവരുടെ വീട്ടിലേക്ക് പോയി. അപ്പച്ചന്റെ അമ്മച്ചന്റെയും വീട്ടിലേക്ക് അല്ലേ? അതെ. ഇവിടുത്തെ പള്ളി പെരുന്നാളിൻ്റെ അന്നാ അവർ പിന്നെ തിരിച്ചു വന്നത്. പെരുന്നാളിൻ്റെ അന്ന് രാത്രി പള്ളിപ്പറമ്പിൽ വെച്ച് ഞാൻ അവരെ കണ്ടു. കുറെ ദിവസം കാണാതിരുന്ന് കണ്ടതല്ലേ? ദാഹം രണ്ടുപേർക്കും. നാടകം കാണൽ നിർത്തി കഴിഞ്ഞ് പോന്നു അല്ലയോടോ? എന്നിട്ട് ആരാടിയത്? ആരാടി ഇപ്പൊ ഇവിടുന്ന് ഓടിയത്? ആരാടിയവൻ? പറയടി. പറയടി. തേപിടിച്ചി. ആരാടിയവൻ? രോഗി, നീ ഈ കുടുംബത്തെയും ചത്തുപോയ എന്റെ മോനെയും ചതിക്കായിരുന്നല്ലേ? വഞ്ചിക്കായിരുന്നല്ലേ? തേവിടിച്ചി, നിന്നെ ഞാൻ വച്ചേക്കില്ല. വേറെ മാർഗമില്ലായിരുന്നു. ഞാനിത് ചെയ്തില്ലെങ്കിൽ ഇയാൾ നിങ്ങളെ കൊല്ലും. പേടിക്കണ്ട, എന്തു വന്നാലും ഞാൻ മോശയെ കാട്ടിക്കൊടുക്കില്ല. ബോഡി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം. ഞാൻ പോയി ഏതെങ്കിലും വണ്ടി കൊണ്ടുവരാം. ചോര, ജുബയിലെ ചോര. മാണിക്കുഞ്ഞ് മരിച്ചതിന് ശേഷമാണ് ഇയാൾ വണ്ടിക്കായി പോയതെങ്കിൽ ചുവരിലെഴുതിയത് ആര്? മണി പോയതിനു ശേഷമാണ് മാണിക്കുഞ്ഞിന്റെ ജീവൻ പോയിരിക്കുന്നത്. അതിനിടയിൽ അയാൾ എഴുതി. എന്നിട്ട് ഞാൻ വണ്ടിയുമായി തിരിച്ചു വന്നപ്പോൾ ഉദ്ദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ക്രൂരമായ കൊലപാതകം നടത്തിയതിനു ശേഷം സത്യം പുറത്തു കൊണ്ടുവരാൻ പൗരമുന്നണിക്ക് നേതൃത്വം നൽകുക, CBI കൊണ്ട് അന്വേഷണം നടത്തിപ്പിക്കുവാൻ ഹർജി കൊടുക്കുക, തന്റെ ചങ്കൂറ്റം സമ്മതിച്ചിരിക്കുന്നു. പൗരമുന്നണിക്കല്ല, പാപമുന്നണിക്കാണ് നേതൃത്വം കൊടുത്തത്. ചെയ്ത പാപം പുറത്തു വരാതിരിക്കാൻ. ഡോക്ടർ വിജയലക്ഷ്മിയുടെ ആദ്യത്തെ റിപ്പോർട്ട് പ്രകാരം മാണിക്കുഞ്ഞ് 10:30-നും മോസി 11:30-നും പിന്നീട് അവരുടെ തന്നെ തിരുത്തിയ റിപ്പോർട്ട് പ്രകാരം രണ്ടുപേരും 11:30-ന് മരിക്കുന്നു. അങ്ങനെ തന്റെ കുരുട്ടുഭാഗ്യത്തിന് ചെയ്യാത്ത ആ കുറ്റവും ബാബു അലക്സിന്റെ തലയിലായി. ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്താൻ മാത്രം വിജയലക്ഷ്മിയുടെ മേൽ തനിക്ക് എന്ത് ഇൻഫ്ലുവൻസ് ആണുള്ളത്? താൻ പറഞ്ഞിട്ടല്ലയോ ഡോക്ടർ റിപ്പോർട്ട് തിരുത്തിയത്?
ഡോക്ടർ വിജയലക്ഷ്മിയുടെ ബ്ലൗസും നിങ്ങൾ തന്നെയാണോ അളവെടുത്ത് തുന്നി കൊടുക്കുന്നത്? അന്ന് കടയിൽ വെച്ച് ചോദിച്ചപ്പോൾ ഡോക്ടറെ അറിയില്ല, ഒരു പരിചയവുമില്ലെന്നല്ലേ മണി പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പരസ്പരം വളരെ അടുത്ത പരിചയക്കാരാണെന്നുള്ളതിന് തെളിവ് CBIക്ക് ലഭിച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കേസിന്റെ സുപ്രധാനമായ ടേണിംഗ് പോയിന്റ്. കഴിഞ്ഞ 2 ദിവസമായി ഡോക്ടറെയും കാത്തുനിന്ന് എൻ്റെ സഹപ്രവർത്തകന് ഡോക്ടറെ കാണാൻ കഴിഞ്ഞില്ല. പകരം വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കിട്ടി. മണിയുടെ കടയുടെ ഉദ്ഘാടനത്തിന്റെ ഇൻവിറ്റേഷൻ. ഇത് മണി എനിക്ക് തന്നതല്ല, ഡോക്ടർ വിജയലക്ഷ്മിക്ക് അയച്ചത്. സാധാരണ പരിചയമില്ലെങ്കിലും നാട്ടിലെ പ്രമാണിമാരെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാം, പക്ഷേ ഇത് അങ്ങനെയുള്ളതല്ല എന്നുള്ളതിന് ഇതിനകത്തുള്ള കുറിപ്പാണ് തെളിവ്. പ്രിയപ്പെട്ട വിജി, ഉദ്ഘാടനത്തിന് വിജയ് തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഓണാശംസകൾ. സസ്നേഹം, മണി. ഈ കുറിപ്പാണ് ചാക്കോയെ മണിയുടെ വീട്ടിലെത്തിച്ചത്. അന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ അറിയാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കഥ തന്നെ മാറിയാനെ. പരിചയമുള്ള ഒരാൾക്കൊരു ഇൻവിറ്റേഷൻ അയച്ചു, അത്രേ കരുതുള്ളൂ. പക്ഷേ ഒരു പ്രയോജനവുമില്ലാതെ നിങ്ങൾ പറഞ്ഞ ഒരു നുണ ഇന്ന് നിങ്ങൾക്ക് തന്നെ വിനയായി തീർന്നു. There are times the least will become the most important. ഇപ്പൊ ഡോക്ടർ വിജയലക്ഷ്മി എവിടെയുണ്ടെന്നറിയാം? തണുത്ത് മരവിച്ച് പോസ്റ്റ്മോർട്ടവും കാത്ത് മംഗലാപുരത്ത് ജനറൽ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ. അവിടെ ഒരു ഹോട്ടലിൽ വെച്ച് ഒരു വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല. ഒരു ഡോക്ടർ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്തത് പലതും ഞാൻ ചെയ്തു. ആ കുറ്റബോധമാണ് എൻ്റെ മരണത്തിന് കാരണം. ഇതായിരുന്നു അവരുടെ മരണക്കുറിപ്പ്. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? പത്രത്തിൽ വായിച്ചു. മംഗലാപുരത്ത് നിന്ന് ഡോക്ടർ നിങ്ങളെ വിളിച്ചിരുന്നില്ലേ? വിളിച്ചിരുന്നു. അപ്പൊ സാർ എന്നെ വീണ്ടും എന്തിനോ വിളിച്ചിട്ടുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞു. തന്റെ രഹസ്യമറിയാവുന്ന ഒരേ ഒരാൾ കൂടി സ്വയം ഇല്ലാതായിട്ടും നിർഭാഗ്യം തന്നെ കൈവിട്ടില്ലല്ലോ മണി. തന്റെ ഭാര്യയുടെ പ്രാർത്ഥന ഭഗവതി കേട്ടു, മാല തിരിച്ചു കിട്ടി. പക്ഷേ തന്റെ കാര്യത്തിൽ ഭഗവതിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. എനിവേ, താങ്ക് യു ഫോർ ദ കോപ്പറേഷൻ. ചാക്കോ, നൗ ഹി ഈസ് യുവേഴ്സ്. പോവാ. സ്വാമി, ദൈവം തമ്പുരാൻ ഔസേപ്പച്ചന്റെ വിളി കേട്ടു. ഒരിക്കലും കേൾക്കില്ല ഔസേപ്പച്ച. കൊലക്കേസിൽ നിന്ന് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതിനേക്കാളും വലിയ കൊള്ളയ്ക്ക് ഔസേപ്പച്ചനും കൂട്ടനും സമാധാനം പറഞ്ഞേ പറ്റൂ. മിക്കവാറും ഈ ഭൂമിയിൽ നിന്ന് ഗുഡ് ബൈ പറയുന്നത് വരെ തിരിച്ചും മറിച്ചും കമ്പി എണ്ണിക്കൊണ്ടിരിക്കുക. അയ്യോ, ഒരു വ്യക്തിയോടും വിരോധമോ വൈരാഗ്യമോ എനിക്കില്ല. എൻ്റെ ശത്രു അസത്യവും അനീതിയും മാത്രമാണ്. ഒരുപാട് ജീവിതം ബാക്കിയുണ്ട്. നല്ല മനസ്സാണെങ്കിൽ തിരുത്തണം. ക്ഷണം സ്വീകരിച്ചുവെന്ന് സഹകരിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരാൾ കൂടി പ്രതിയായതിന്റെ സന്തോഷമൊന്നും എനിക്കില്ല സാർ. ഒരു സത്യം തെളിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യം, അത്രേ ഉള്ളൂ. അറപ്പോടും വെറുപ്പോടും ഭയത്തോടും മാത്രം ആളുകൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ചെറിയൊരു പ്രകാശം സാറ് കാരണമുണ്ടായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റാരുമില്ല. സാറിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ വരട്ടെ അലക്സ്. CBIയുടെ ചരിത്രത്തിൽ തന്നെ ഒരു തീരാക്കളങ്കമായി തീർന്നേക്കാവുന്ന ഒരു അപകടത്തിൽ നിന്ന് CBIയുടെ മുഖം രക്ഷിക്കാൻ നിമിത്തമായത് അലക്സ. ആ കടപ്പാട് ഞാൻ എങ്ങനെ വിട്ടു? ഞാൻ ശ്രമിക്കാം. ദൈവം അലക്സിനോടൊപ്പം ഉണ്ടാവും. എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഗുഡ് ലക്ക് അലക്സ്. വരട്ടെ.